ഇഷ്ടം തോന്നിയെങ്കിലും ശരിക്കദ്ദേഹത്തെ നോക്കിയത് ഇന്നാണ്. പുല്ലരിയിൽ മുളപൊട്ടിയ പ്രണയവും തുടർ സംഭവങ്ങളും ആധാരമായ പ്രണയ നോവൽ നാമ്പെടുക്കുന്ന പ്രണയം 6-ാം ഭാഗത്തിൻ്റെ ഓഡിയോ ആവിഷ്കാരം. രചനയും അവതരണവും ഇമ്മാനുവൽ. സാറ് സുന്ദരനാണോ എന്ന് ജാസ്മിൻ ചോദിച്ചപ്പോൾ അതേ എന്ന് മറുപടി പറഞ്ഞെങ്കിലും സാറിനെ വിശദമായി അവൾ ഇതുവരെയും നോക്കിയിരുന്നില്ല എന്നതാണ് സത്യം. അന്ന് ആദ്യമായി സിൽവി സാറിനെ ഒന്ന് വിശദമായി നോക്കി. മുടി നന്നായി പിന്നിലേക്ക് ചീകി വച്ചിരിക്കുന്നു. വിശാലമായ നെറ്റി, പരസ്പരം കൂടിച്ചേർന്ന പുരികം, കറുത്ത കുസൃതി തോന്നുന്ന കണ്ണുകൾ, അധികം വലുതല്ലാത്ത മൂക്കും കട്ടിയായ മീശയും, ക്ലീനായി ഷേവ് ചെയ്ത താടിയും അധികം തടിച്ചതല്ലാത്ത ചുണ്ടുകളും, മൊത്തം സുന്ദരമായ മുഖം, 6 അടിയോളമെങ്കിലും പൊക്കമുള്ള അധികം വണ്ണമില്ലാത്ത ശരീരം. ഇത്രയും വിശദമായി ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും സാറ് കാപ്പി കുടിച്ചു കഴിഞ്ഞ് ഗ്ലാസ് മേശയിലേക്ക് വെച്ചു. ഉടനെ തന്നെ ഡിമാൻഡ് ചാപ്റ്ററിലേക്ക് തിരിയുകയും ചെയ്തു. സിൽവിയുടെ മനസ്സിൽ പുതിയ ഒരു ഡിമാൻഡ് തിയറി രൂപപ്പെട്ടു വരികയായിരുന്നു. അതിൽ ഒരു വശത്ത് ജിമ്മി സാറിനെ കാണുന്ന ദിവസങ്ങളും മറുവശത്ത് ജിമ്മി സാറിനോടുള്ള ഇഷ്ടവുമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. ഈ ഡിമാൻഡ് ഗ്രാഫ് ഉയർന്നു പോകുന്നതാണ്. അതായത് 0-ൽ നിന്നും ഉയർന്ന് അനന്തതയിലേക്ക് പോകുന്ന ഗ്രാഫാണ് സിൽവിയുടെ മനസ്സിൽ രൂപപ്പെട്ടത്. അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് സിൽവി സാറിനോടും അമ്മച്ചിയോടും പറഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പോയി. അവൾ പോകുമ്പോൾ ആ കൂടെ തന്നെ അപ്പച്ചൻ ചേട്ടനും കടയടച്ചു പോന്നു. അപ്പച്ചൻ ചേട്ടൻ്റെ നടപ്പിന് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. വലത് കാലിന് കൂടുതൽ ബലം കൊടുത്ത് ഒരല്പം ചെരിഞ്ഞാണ് നടക്കുന്നത്. നേരത്തെ നടപ്പ് നന്നായി അറിയാവുന്നവർക്ക് ഈ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാകും. പുതിയതായി കാണുന്നവർക്കും നേരത്തെ ശരിക്ക് ശ്രദ്ധിക്കാത്തവർക്കും വ്യത്യാസമൊട്ട് തോന്നുകയുമില്ല. സിൽവിക്കത് കണ്ടപ്പോൾ എന്തോ പോലെ തോന്നി. ചാച്ചൻ വലതുവശത്തേക്ക് നല്ലോണം ചെരിഞ്ഞാണല്ലോ നടക്കുന്നത്. ചെറിയ തോതിൽ ചട്ടുള്ളതുപോലെ തോന്നുന്നു. അതുകൊണ്ട് ഇടതുവശത്തേക്ക് കൂടി ചെരിഞ്ഞ് നടക്കണം. ഇല്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ അങ്ങനെ ചെരിഞ്ഞു നടക്കുന്നതായി എനിക്ക് തോന്നുന്നില്ലല്ലോ മോളെ. നീ പറഞ്ഞത് നുണയാണെന്നല്ല, എന്നാലും എനിക്കങ്ങനെ തോന്നുന്നില്ല. അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ വെറുതെ പറഞ്ഞതല്ല ചാച്ചാ. അല്ലെങ്കിൽ ചാച്ചൻ അമ്മച്ചിയോട് ചോദിച്ചു നോക്കിക്കൂ. അമ്മച്ചി ഏതായാലും ചാച്ചനോട് വെറുതെ പറയില്ലല്ലോ. നീ പറഞ്ഞാൽ തന്നെ എനിക്ക് വിശ്വാസമല്ലേ. നീ എൻ്റെ പുന്നാര മോളല്ലേ സുന്ദരിക്കുട്ടി. അവൾ അത് കേട്ടതേ ആകാശത്തേക്ക് നോക്കി. നീ എന്താ പെണ്ണെ ആകാശത്തേക്ക് നോക്കുന്നത്? നിലത്ത് നോക്കി നടക്കടി. അതല്ല, ചാച്ചൻ്റെ പൊക്കലിന് ഞാനങ്ങ് ഉയർന്നു പോയി എൻ്റെ തല എവിടെയെങ്കിലും മുട്ടുമോ എന്ന് നോക്കിയതാണ്. ചാച്ചനെ കൊച്ചൊന്ന് കളിയാക്കിയതാ അല്ലേ? സാരമില്ലടി, ഇവിടെ നിന്ന് തന്നെ അതും പഠിക്കണം. അപ്പോഴേക്കും അവർ വീട്ടിലെത്തി. അവരവിടെ എത്തിയപ്പോഴേക്കും 2 പേരെയും കാണാതെ സാറാമ്മ വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്തു പറ്റി പെണ്ണെ നീ ഇത്രയും വൈകിയത്? ഞാനിവിടെ തീ തിന്നിരിക്കുകയായിരുന്നു. അതെന്നാടി സാറാമ്മേ, നിനക്ക് വേറെ ഒന്നും തിന്നാനില്ലായിരുന്നോ തീയല്ലാതെ? നിങ്ങൾക്കതൊക്കെ പറയാം, എല്ലാ കാര്യത്തിനും ഒരു തമാശ. എനിക്ക് പക്ഷേ അങ്ങനെയല്ല. എനിക്കല്പം വിഷമമുണ്ടാകും. ആ സാറ് സർവേക്ക് പോയതുകൊണ്ട് വരാനല്പം വൈകി. അതുകൊണ്ടാണ് പെണ്ണ് താമസിച്ചത്. നീ വിഷമിക്കണ്ട. വാർത്തയൊന്ന് കേട്ടു നോക്ക്, അന്നേരം അറിയാം വിഷമിക്കണമെന്ന്. അത്രയും മാത്രം പറഞ്ഞ് ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അവർ അകത്തേക്ക് വലിഞ്ഞു. എന്നിട്ട് അവരുടെ പണികളിലേക്ക് മടങ്ങി. സിൽവി പിന്നെ സാറാമ്മ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ മുക്കി മൂളി അത് ചെയ്യും. ഇല്ലെങ്കിൽ ചെല്ലുന്ന പാടെ വസ്ത്രം മാറി എടുത്തു വച്ചിരിക്കുന്ന കാപ്പിയും കുടിച്ച് കുളിക്കാൻ പോകും.
ഇന്ന് ഒന്നും ചെയ്യാൻ പറഞ്ഞില്ല. അവൾക്ക് എങ്ങനെയുണ്ട് ട്യൂഷന് പോയിട്ട്? എന്തെങ്കിലും ഗുണമുണ്ടോ? നിങ്ങളോട് വല്ലതും പറഞ്ഞോ? രണ്ടാളും ഒരുമിച്ചല്ലേ വന്നത്? മനസ്സിലായി തുടങ്ങിയെന്ന് അന്നൊരിക്കൽ പറഞ്ഞായിരുന്നു. ഇന്ന് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്നാലും പഠിക്കാൻ പോകാൻ നല്ല താല്പര്യമുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് മനസ്സിലായി തുടങ്ങിയെന്നാണ്. എങ്ങനെയെങ്കിലും ജയിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ആ ഒറ്റ പ്രാർത്ഥനയേ എനിക്കുള്ളൂ. തോറ്റുപോയാൽ മഹാമോശമാണ്, ഇല്ലേ? എന്നിട്ട് അവളെ ഇനിയും പഠിപ്പിക്കാൻ വിടാനാണോ നിൻ്റെ പ്ലാൻ? എൻ്റെ പ്ലാൻ ഇനിയും പഠിപ്പിക്കാൻ വിടാനാണ്. എന്നാലും എൻ്റെ തീരുമാനം കണക്കാക്കണ്ട. ചാച്ചൻ്റെ തീരുമാനമനുസരിച്ച് കാര്യങ്ങൾ നടന്നുകൊള്ളട്ടെ. പിന്നെ കുളിക്കാൻ വെള്ളം എടുത്തു വച്ചിട്ടുണ്ട്. ഞാൻ വരണമെങ്കിൽ പറയണം. വേണ്ടടി, ഞാൻ ഒറ്റയ്ക്ക് കുളിച്ചോളാം. എൻ്റെ കാല് ശരിയായില്ലേ? പിന്നെ എൻ്റെ മോള് പറഞ്ഞു, ഞാൻ നടക്കുമ്പോൾ വലതുവശത്തേക്ക് ചെരിയുന്ന പോലെ തോന്നുന്നു എന്ന്. അത് ശരിയാണോ? പറഞ്ഞത് ശരിയാണ്. വേദന മാറിക്കഴിഞ്ഞ് പറയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയെന്നേ, പഴയപടി ആയിക്കോളും. കുളി കഴിഞ്ഞു വന്ന് പ്രാർത്ഥനയ്ക്ക് മുൻപേ കമ്പോള നിലവാരം കേൾക്കുന്ന സ്വഭാവം അപ്പച്ചന് ഉണ്ടായിരുന്നു. സാറാമ്മ പറഞ്ഞ കാര്യം അപ്പച്ചൻ ഓർത്തത് അന്നേരമാണ്. കമ്പോള നിലവാരം കേട്ട അപ്പച്ചൻ ആകെ തകർന്നുപോയി. മലഞ്ചരക്കുകളുടെ എല്ലാത്തിൻ്റെയും വില കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു. ആകെ പിടിച്ചു നിൽക്കുന്നത് കൊട്ടടയ്ക്ക മാത്രം. ഇതിൽ തന്നെ കുരുമുളകിൻ്റെ വിലയിടിവ് അപ്പച്ചന് വലിയ പ്രശ്നമാകും. പലരോടായി വാങ്ങി വില തീർത്തു കൊടുക്കാതെ സ്റ്റോക്ക് ചെയ്ത 50 കിൻഡലോളം മുളക് ഗോഡൗണിലുണ്ട്. വിലക്കുറവ് തുടർന്നാൽ തൻ്റെ ചീട്ട് കീറിയത് തന്നെ. അവർ വന്ന് ചോദിക്കുമ്പം അവരോട് വാങ്ങുന്ന സമയത്തെ വില തീർത്തു കൊടുക്കാം എന്നാണ് കരാറ്. തല പോകുമെന്ന് പറഞ്ഞാലും വാക്ക് പാലിക്കാതിരിക്കാൻ കഴിയില്ല. എന്തായാലും വന്ന് ചോദിക്കുന്നവർക്ക് അപ്പോൾ ഉണ്ടായിരുന്ന വില കുറിച്ചു വച്ചിരിക്കുന്നതിന് പ്രകാരം ഉള്ള തുക കൊടുക്കണം. എങ്കിൽ മാത്രമേ അപ്പച്ചൻ കബളിപ്പിച്ചു എന്നൊരു തോന്നൽ വരാതിരിക്കുകയുള്ളൂ. അങ്ങനെ വന്നിട്ട് പിന്നെ ജീവിക്കാതിരിക്കുകയാണ് ഭേദം. എന്തായാലും വരും പോലെ വരട്ടെ. അതുതന്നെയാണല്ലോ ഇത്രയും കാലവും ചെയ്തത്. ദൈവത്തിന് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ദൈവം കൈവിടില്ല എന്ന വിചാരത്തിൽ അപ്പച്ചൻ ഉറച്ചു നിന്നു. പ്രാർത്ഥനയുടെ സമയത്ത് കാര്യമായി തന്നെ ഉൽപ്പന്നങ്ങളുടെ വിലയുടെ കാര്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പാവപ്പെട്ട ധാരാളം പേർക്ക് വലിയ നഷ്ടമുണ്ടാവുന്നതാണ് ഈ വിലക്കുറവ്. തനിക്ക് സംഭവിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ കഷ്ടപ്പാടുണ്ടാകുന്ന പാവങ്ങളായ കർഷകരും പുല്ലരിയിൽ ഉണ്ട്. അവരുടെ കാര്യവും വലിയ കഷ്ടമാവും. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ന്യായമായ വില ഉൽപ്പന്നങ്ങൾക്കുണ്ടായാൽ മാത്രമേ കൃഷി ചെയ്യാൻ താൽപ്പര്യമുണ്ടാകുകയുള്ളൂ. രാത്രിയിൽ അയാൾക്ക് കാര്യമായി ഉറക്കം വന്നില്ല. എങ്ങനെ ഉറക്കം വരുമെന്നേ? പെട്ടെന്നുള്ള ഈ വിലക്കുറവിൽ ഭീമമായ നഷ്ടം വന്നു പോയാലോ എന്ന ഭയമല്ലേ മനസ്സിൽ നിറയെ. പലവട്ടം തിരിഞ്ഞും മറിഞ്ഞും കിടന്നപ്പോൾ സാറാമ്മ ചോദിച്ചു, ഇതെന്താ ഇന്ന് ഉറക്കമില്ലേ? എന്നും നന്നായി കൂർക്കം വലിക്കുന്ന മനുഷ്യൻ ഇന്നുറങ്ങാതെ കിടക്കുന്നതെന്താ? പെട്ടെന്നൊരു വിലക്കുറവ് വന്നാൽ നമ്മളാകെ ചുറ്റിപ്പോകുമല്ലോ എന്നോർത്തപ്പോൾ ഉറങ്ങാൻ കഴിഞ്ഞില്ലടി. ഇതിന് മുൻപ് പല പ്രതികൂല സാഹചര്യങ്ങളും വന്നപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? അന്നൊന്നും നമ്മൾ ഉറങ്ങാതിരുന്നില്ലല്ലോ. ഒരു സാഹചര്യം മോശമായാൽ മറ്റൊരു സാഹചര്യം നമുക്ക് അനുകൂലമാകും. സംശയിക്കണ്ട, ചേട്ടൻ ഉറങ്ങിയാട്ടെ. നമുക്ക് നാളെ വേണ്ടത് ആലോചിച്ച് ചെയ്യാം. മാത്രവുമല്ല, ഒരു പത്രവാർത്ത വന്നതല്ലേ ഉള്ളൂ. വിവരങ്ങൾ നേരിട്ടറിഞ്ഞിട്ടില്ലല്ലോ. അറിഞ്ഞു കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം. എന്നാൽ ശരി. ചില സമയങ്ങളിൽ അല്ലെങ്കിലും എന്നേക്കാൾ ധൈര്യം കാണിക്കുന്നത് നീയാണ്. അതുതന്നെയാണ് എൻ്റെ ശക്തിയും. അധികം വൈകാതെ കൂർക്കം വലിയുടെ ധൃതതാളം മുഴങ്ങി കേട്ടു തുടങ്ങി.
പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ മുതൽ ശക്തിയായ മഴ തുടങ്ങി. മഴക്കാലം അതിൻ്റെ സകല പ്രൗഢിയോടും കൂടി പുല്ലരിയിൽ പ്രവേശിച്ചു. കുറച്ച് ദിവസം ഇനി മഴയുടെ താണ്ഡവമായിരിക്കും. പുറത്തേക്കിറങ്ങാൻ പോലും കഴിയാത്ത അത്രയും ശക്തമായ മഴയായിരുന്നു അന്ന്. മഴയും ശക്തിയായ കാറ്റും കാരണം പുല്ലരിയിൽ പലരുടെയും വീടുകൾ തകർന്നു. മിക്ക വർഷങ്ങളിലും ഇതൊക്കെ സംഭവിക്കാറുള്ളതാണ്. കൂടുതൽ ദിവസം തുടർച്ചയായി പെയ്താൽ സംഗതി പ്രശ്നമാണ്. ചിലപ്പോൾ ഉരുൾപൊട്ടൽ പോലും ഉണ്ടാകാം. അതില്ലാതിരിക്കാൻ പുല്ലരിക്കാർ കാര്യമായി പ്രാർത്ഥിച്ചു. എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കപ്പെടുകയില്ലല്ലോ. ഈ പ്രാർത്ഥനയും തമ്പുരാൻ ചെവിക്കൊണ്ടില്ല. ഉരുൾപൊട്ടലുണ്ടായി. കൃഷിസ്ഥലങ്ങൾ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി. അടുത്ത സ്ഥലമായ ജയഗിരിയിൽ ഉരുൾപൊട്ടി. 2 വീടുകൾ ഒലിച്ചുപോയി. ആ വീട്ടിൽ ആളുകളില്ലായിരുന്നത് ഭാഗ്യം. നേരത്തെ അവരെ ഒഴിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ജീവൻ കിട്ടിയത്. എങ്ങനെയൊക്കെ ചിന്തിച്ചാലും പ്രകൃതിക്ഷോഭത്തിൻ്റെ നാളുകളാണ് വരാൻ പോകുന്നത് എന്നൊരു തോന്നൽ എല്ലാവരുടെയും മനസ്സിലുണ്ടായി. പുല്ലരിപ്പുഴ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങി. തുടർച്ചയായ ദിവസങ്ങളിൽ തന്നെ ജയഗിരിയിലും കൂനമ്മാവിലും വീണ്ടും ഉരുൾപൊട്ടി. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ മാറ്റി താൽക്കാലികമായ ദുരിതാശ്വാസ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് അതിലേക്ക് മാറ്റിയിരുന്നു. അതുകൊണ്ട് ആൾനാശം കാര്യമായി ഉണ്ടായില്ല. ഇല്ലെന്ന് തീർത്തു പറയാനും കഴിയില്ല. കൂനമ്മാവിലെ നാട്ടുകാർക്ക് പ്രിയങ്കരനായിരുന്ന വള്ളിപ്പിളാക്കൽ ഇട്ടിച്ചൻ ചേട്ടൻ മലവെള്ളത്തിൽ ഒഴുകിപ്പോയി. നല്ലൊരു മനുഷ്യനായിരുന്നു ഇട്ടിച്ചൻ ചേട്ടൻ. പശുവിനെയും കൊണ്ട് തോട് കടന്നതാണ്. വെള്ളത്തിൽ വീണപ്പോൾ എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടാകണം. ഇല്ലെങ്കിൽ ഒഴുകിപ്പോകാൻ സാധ്യത കുറവാണ്. ഇട്ടിച്ചൻ ചേട്ടൻ്റെ ഭാര്യ കത്രീനാമ്മയുടെ കരച്ചിൽ കാണാൻ പോലും കഴിയില്ല. അവർക്ക് മക്കളില്ല. എനിക്ക് കത്രീനായും അവൾക്ക് ഞാനും മതിയെന്ന് അല്പം വിഷമത്തോടെയാണെങ്കിലും ഇട്ടിച്ചൻ പറയുമായിരുന്നു. പെരുമഴ നനഞ്ഞാണെങ്കിലും ഇട്ടിച്ചൻ ചേട്ടനെ കിട്ടാൻ വേണ്ടി ആളുകൾ അന്വേഷിച്ച് നടപ്പ് തുടങ്ങി. അന്ന് ഒരു ദിവസം മുഴുവൻ അന്വേഷിച്ചിട്ടും ഒരു രക്ഷയും കിട്ടിയില്ല. ഏതായാലും ആള് പോയി എന്ന കാര്യം തീരുമാനമായി. 3-ാം ദിവസം പുല്ലരിയിൽ നിന്നും 1 കിലോമീറ്റർ താഴെ നിന്ന് ജഡം കിട്ടി. ഒരു ആറ്റുവഞ്ചിയിൽ തങ്ങിയിരിക്കുകയായിരുന്നു. അന്ന് തന്നെ പുല്ലരി പള്ളിയിലെ സെമിത്തേരിയിൽ അടക്കുകയും ചെയ്തു. ഈ ദിവസങ്ങളിലൊക്കെ ജിമ്മി സാറിന് ഭയങ്കര തിരക്കായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പിലെ പ്രശ്നങ്ങളും വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങളും, അങ്ങനെ പ്രശ്നങ്ങളുടെ 8 കളി. എല്ലാ കാര്യത്തിലും ഇടപെടേണ്ടി വരുന്നത് വില്ലേജുകാരാണല്ലോ. അതുകൊണ്ട് നിലത്തിരിക്കാൻ സമയമില്ലായിരുന്നു. ഓടി നടപ്പ് തന്നെ. ഒരിടത്ത് ഒന്ന് ശരിയാക്കി വരുമ്പോൾ വേറൊരിടത്ത് പ്രശ്നമാകും. ഒരു തരത്തിൽ എല്ലാം ഒന്ന് സമാധാനമാക്കി വൈകിട്ട് വീട്ടിൽ വന്ന് കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഫോൺ വന്നു. ഇട്ടിച്ചൻ്റെ ഭാര്യ കത്രീനാമ്മ കല്ലുകയത്തിൽ വീണു ഒഴുകിപ്പോയി. അറിയാതെ വീണതാണോ അതോ ചാകാൻ ചാടിയതാണോ? അടുത്ത ഭാഗത്തിൽ അറിയാം കേട്ടോ. അറിയാവുന്നതുപോലെയൊക്കെ അങ്ങ് ചെയ്യുന്നതാണ് കേട്ടോ. കുറവുകളൊക്കെ കാണുമെന്നറിയാം. നിങ്ങൾ ക്ഷമിക്കുമെന്ന് കരുതുന്നു. കുറവുകൾ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നിർദ്ദേശങ്ങൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ അതും ആകാം. ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്കേ.